മോട്ടറോളയുടെ മോട്ടറോള എഡ്ജ് 60S എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടറോള എഡ്ജ് 60S എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ മോട്ടറോള എഡ്ജ് 60Sൽ 6.7 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. POLED പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പിന്നെ ഇതിൽ കോഡ് ഡിസ്പ്ലേ ഒക്കെ വരും. പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. 300 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഒക്കെ ഇതിൽ വരും. 10 ബിറ്റ് ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 4500 നിറ്റ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് 7യുടെ പ്രൊട്ടക്ഷനും വരുന്നതായിരിക്കും. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെ ഈ ഫോണിൽ വന്നേക്കാം. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ IP68, 69 റേറ്റിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മികച്ചൊരു IP റേറ്റിംഗ് വരും. പിന്നെ MIL STD 810Hൻ്റെ സർട്ടിഫിക്കേഷനൊക്കെ വരുന്നതായിരിക്കും. പൊതുവെ ബിൽഡ് ക്വാളിറ്റിക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കേഷനാണ്. അത് നല്ലൊരു കാര്യമാണ്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7400 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ്. 20,000 രൂപയ്ക്ക് താഴേക്കാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പ്രോസസ്സർ എന്നൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ LPDDR4Xൻ്റെ റാമും അതുപോലെ തന്നെ UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് വരാൻ സാധ്യതയുള്ളൂ. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ ഈ ഫോൺ പെട്ടെന്ന് നീറ്റായിരിക്കാൻ വേണ്ടിയിട്ട് വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഇതിൽ വരുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരും. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 മെഗാ പിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. ഇത് സോണി LYT 700C സെൻസർ ആയിരിക്കും. OSൻ്റെ സപ്പോർട്ട് വരും. പിന്നെ 13 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നതായിരിക്കും. ഈ ഒരു സെൻസർ മാക്രോ സെൻസറായിട്ടും യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ഇത് കൂടാതെ ഒരു 3-in-1 ലൈറ്റ് സെൻസറും ഇതിൻ്റെ പിന്നിൽ വരുന്നതായിരിക്കും. ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ വന്നേക്കാം. അപ്പം ഓൺ പേപ്പർ തിരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വരുന്നതായിരിക്കും. ബാറ്ററിയുടെ കാര്യത്തിൽ 5500 mAhൻ്റെ ബാറ്ററി വരുന്നതായിരിക്കും. നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഒക്കെ തന്നെയാണ്. 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നതായിരിക്കും. പിന്നെ ടൈപ്പ് C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ May 8 ഈ സ്മാർട്ട് ഫോണിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ആ ഒരു ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലോഞ്ച് ചെയ്യില്ല. ആ ഒരു ദിവസം ചൈനീസ് മാർക്കറ്റിലായിരിക്കും ഈ ഫോണിൽ ലോഞ്ച് ചെയ്യുക. ഇനി ഇന്ത്യയിൽ ഈ ഫോണിൽ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ മിക്കവാറും ഈ ഫോൺ ഇനി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തോളണം എന്നില്ല. കാരണം ഓൾറെഡി ഇതേ ഫീച്ചേഴ്സുമായിട്ട് മോട്ടറോള എഡ്ജ് 60 ഫ്യൂഷൻ എന്നുള്ള സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അപ്പം ആ ഒരു ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും ഈ ഒരു എഡ്ജ് 60S എന്ന സ്മാർട്ട് ഫോൺ. അപ്പം ഇന്ത്യയിൽ ഈ ഫോൺ ഇനി ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഇല്ല. മോട്ടറോള എഡ്ജ് 60 ഫ്യൂഷൻ എന്നുള്ള സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ 23,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ കോഡ് ഡിസ്പ്ലേ ഉള്ള അത്യാവശ്യം ആവറേജ് ആയിട്ടുള്ള ഒരു ഫോൺ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു ഫോണാണ് ഇത്. എന്തായാലും മോട്ടറോളയുടെ എഡ്ജ് 60S എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ചൈനീസ് മാർക്കറ്റിൽ കുറച്ചും കൂടി നല്ലൊരു പ്രൈസിങ്ങിൽ അവർ ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.